റെസ്പെക്റ്റഡ് ഗാർഡമം പ്ലാന്റേഴ്സ്, ഏലത്തോട്ടത്തിൽ ലാസ്റ്റ് 10 ദിവസമായിട്ട് നല്ല മഴ അല്ലേ? ഈ മഴ നമുക്ക് ലാസ്റ്റ് ഒരു മെയ് മാസം പകുതി തൊട്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കാപ്പിടിക്കാതെ ഒരു പ്രശ്നം യാർക്കുമില്ല. മാക്സിമം ന്യായமான കായ ആയിരിക്കും. അപ്പോൾ ആ സമയം ഭയങ്കര ചൂട്, ആ മെയ് 15 തൊട്ട് ജൂൺ ഫസ്റ്റ് വരെ ഭയങ്കര ചൂട് കൊണ്ട് ഈ തണൽ കൂടുതൽ വെട്ടിയ തോട്ടം, പടിഞ്ഞാറ് സൈഡ് തോട്ടം, തെക്ക് സരിവ് തോട്ടങ്ങളിൽ മൾച്ചിങ് പുതയിട്ട് നീങ്ങാതെ തോട്ടങ്ങളിൽ ഭയങ്കര പാതിപ്പ്. ഈ വേര് പാതിപ്പ്, ഈ ഫിസേരിയം, ഈ അരമ്പ് ഇറുക്കം, അരമ്പ് ടൈറ്റ്, കംപ്ലീറ്റ്ലി ടൈറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല. അതുപോലെ ഒരു സംഭവം നടന്നു. ഇത് കറക്റ്റ് മഴ കിട്ടിയ ഭാഗത്തിൽ കൂടുതൽ വെള്ളമുള്ള സ്പ്രിംഗ്ലർ മിസ്റ്റ് ഓടിച്ച ആൾക്കാർക്ക് അത്ര ബാധിപ്പില്ല. ഈ വെള്ളം കുറവ് കൊടുത്ത ആൾക്കാർക്കും ഭയങ്കര ബാധിപ്പായിട്ടുണ്ട്. ചെറിയ വെള്ളം കൊടുത്തിട്ട് പിന്നെ 15 ദിവസം ഭയങ്കര ചൂടായിട്ട് ഉണങ്ങിയിട്ട് പിന്നെ വെള്ളം കൊടുത്ത ആൾക്കാർക്കും ഭയങ്കര ബാധിപ്പായിട്ടുണ്ട്. ഇതാ നടന്ന വിഷയം. ഈ സമയത്ത് നമുക്ക് ഈ ഫിസേരിയം, ഈ അരമ്പ് ടൈറ്റ്, ആ ഡിസീസ് വന്നിട്ടുണ്ട്. ഇതുവരെ ആർക്കും മാറിയിട്ടില്ല, ആർക്കും ഇതുവരെ കാപ്പിടിച്ചിട്ടില്ല, കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്കാർക്ക്. ഞാൻ ലാസ്റ്റ് 1 month ആയിട്ട് ഈ പ്രോബ്ലത്തിന് വേണ്ടി സോഡിസിലിന്ന് ഒരു ഫംഗിസൈഡ് കൂട്ടി മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കൽ കൂട്ടി മരുന്ന് അടിച്ച ആൾക്കാർക്ക് മൊത്തം ഈ ഡിസീസ് മാറിയിട്ട് ഈ മഴയ്ക്ക് മുമ്പേ പിഞ്ചു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ കിട്ടുമ്പോൾ ഇനിയും കൂടെ കൂടുതൽ സ്പീഡായി. അതോടെ ഈ മരുന്ന് അടിച്ച 5ാമത് ദിവസം ഹിൻഡാറ എന്ന് പറഞ്ഞ ഒരു ജപ്പാനീസ് ടെക്നോളജിയിൽ വന്ന ഈ ഹാർമോൺ ചേർത്ത് സിങ്ക്, ബോറോൺ, മൈക്രോന്യൂട്രിയൻസ് കൂടുതൽ ചേർത്ത് അടിച്ച ഫോളിയാറും ഭയങ്കര ഒരു റിസൾട്ട്. പക്ക പ്ലസ്, കായ്ക്ക് സൈസും ബീസും വരാൻ തുടങ്ങിയിട്ടുണ്ട്, തേനീച്ച വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഒരാഴ്ച കഴിഞ്ഞ് മില 12, 11, 18 കോമ്പിനേഷനിൽ ഫോംസൈൻ ആൻഡ് ആർഗാമിൻ എന്ന് പറഞ്ഞ ഈ കൂടുതൽ ഡാമേജ് വേരെ പുതുപ്പിക്കാനുള്ള ഒരു സാധനം. ഇത് ചെയ്യുമ്പോൾ പക്ക വേരും സെറ്റിംഗ് സ്പീഡായിട്ടുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് 1 month നിങ്ങളുടെ തോട്ടത്തിൽ കാപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ ആ സാധനം മൊത്തം ചെയ്ത ഫീൽഡ് കാപ്പിടിക്കാതെ കംപ്ലീറ്റ് ബ്രേക്ക് ആണ തോട്ടത്തിൽ വളരെ സ്പീഡായിട്ട് കാപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഇപ്പൊ ഇതുവരെ ജൂൺ ജൂലൈയിൽ കാപ്പിടിക്കാതെ ആൾക്കാരുടെ ഒരു മൈൻഡിലുള്ള വിഷയം, ഈ വർഷം പോയി, ഈ വർഷം ഇനി കാപ്പിടിക്കുന്നില്ല, ഈ വർഷം മൊത്തം ലാസ്, അങ്ങനെ ഒരു കണക്ക് കൂട്ടലിൽ വേണ്ട. നമുക്ക് ഇന്ന് തൊട്ട് കാപ്പിടിച്ചാലും കൂടെ നമുക്ക് 1000 കിലോ ഈസി എടുക്കാം. ഇന്ന് തൊട്ട് കാപ്പിടിച്ചാലും നമുക്ക് 1000 കിലോ ഈസി എടുക്കാം. ഈ സമയത്തെ ഈ ആഗസ്റ്റ് തൊട്ട് ഡിസംബർ, ജനുവരി വരെ ഒരു ചെടിക്ക് 25 തട്ട മാത്രം ഈൽഡ് തട്ട ഉണ്ടെങ്കിൽ ഒരു തട്ടയ്ക്ക് 3 സറം നമുക്ക് കിട്ടുമല്ലേ? വേണ്ട, നമുക്ക് 2 സറം കണക്ക് കൂട്ടാം. 25 തട്ടയ്ക്ക് 2 സറം വെച്ച് 50 സറം മാത്രം ഒരു ചെടിയിൽ ഇരുന്നാൽ ഒരു സറത്തിന് നമുക്ക് 25, 30, 35 കൊത്ത് വേണ്ട, 20 കൊത്ത് മാത്രം ഉണ്ടെങ്കിലും കൂടെ 50 × 20 1000 കൊത്ത് മാത്രം ഒരു ചെടിയിൽ നമുക്ക് നിൽപ്പുണ്ടെങ്കിൽ ഒരു മാസം മിനിമം 2 കാ നല്ല ട്രീറ്റ്മെന്റ് കറക്റ്റ് ചെയ്താൽ 10 ദിവസത്തിൽ കൂടെ ഒരു കാ പിടിക്കും. നമുക്ക് 2 കാ കണക്ക് കൂട്ടാം. ഇങ്ങനെ 2 കാ മാസം 2 കാ പിടിച്ചാലും ഇനിയും വരും ഒരു 5 മാസത്തിൽ നമുക്ക് 10 കാ ഒരു കൊത്ത്, 1000 കൊത്ത് ഉള്ള ഒരു ചെടിയിൽ നമുക്ക് 10000 കാ ഉറപ്പായിട്ട് എടുക്കാം. അങ്ങനെ 10000 കാ എടുത്താൽ നമുക്ക് 10 കിലോ പച്ച, 10 കിലോ പച്ചയ്ക്ക് ഉറപ്പായിട്ട് 2 കിലോ ചരക്ക് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഡെഫിനറ്റ്ലി എടുക്കാം. അങ്ങനെ ഒരു ഏക്കറിന് ഒരു 400 ചെടി, 450, 500 ചെടി, ആവറേജ് 800 to 1000 കിലോ വരെ സാധാരണ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ സീസൺ പോയി ഇനി വന്നിട്ട് നമുക്ക് അത്ര കാ കിട്ടത്തില്ല, ഈ വർഷം ലാസ്, അങ്ങനെ ചിന്ത വേണ്ട. ഇന്ന് തൊട്ട് നിങ്ങൾ സോഡിസിലി കോമ്പിനേഷനിൽ കെമിക്കൽ സ്പ്രേ
ആൻഡ് ഹിൻഡാറ മൈക്രോന്യൂട്രിയൻസ് കോമ്പിനേഷനിൽ ഒരു ഫോളിയർ സ്പ്രേ ആൻഡ് മില കോമ്പിനേഷനിൽ ഫോംസൈം ആൻഡ് ആർഗമിൻ കൂട്ടി ഒരു ട്രഞ്ചിങ് മാത്രം നിങ്ങൾ നടത്തിട്ട് അടുത്ത് ഒരു ന്യായമാണ് ചെലവ്. ഒരു മരുന്ന് ഫോളിയർ, മരുന്ന് ട്രഞ്ചിങ്, അങ്ങനെ ഒരു ചെറിയ ഒരു അടിവളം ഇട്ട് കൊണ്ടുപോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ചെടിക്ക് 2 കിലോ ചരക്ക് ഏക്കറിന് 800 to 1000 കിലോ ഇതുവരെ കയറാത്ത ആൾക്കാർ കൂടെ ഇന്ന് തൊട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി എടുക്കാം. ഓക്കെ, താങ്ക് യു റെസ്പെക്ടഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്, താങ്ക് യു.